നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈപ്പോത്തിസിസ് എന്താണെന്നും ഹൈപ്പോത്തിസിസ് സ്പേസ് എന്താണെന്നും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ഒരു കോൺസെപ്റ്റാണ് വേർഷൻ സ്പേസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വേർഷൻ സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ വേർഷൻ സ്പേസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് വേർഷൻ സ്പേസ് എന്ന് നോക്കാം. Consider a binary classification problem. Let D be a set of training examples and H a hypothesis space for the problem. The version space for the problem with respect to the set D and hypothesis space H is a set of hypotheses from H consistent with D. അപ്പോൾ വേർഷൻ സ്പേസ് എന്താണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ ഈ വേർഷൻ സ്പേസ് ഡിഫൈൻ ചെയ്യുമ്പോൾ സപ്പോസ് നമുക്കൊരു ഡാറ്റ സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഡാറ്റ സെറ്റിനകത്ത് ഒരു 10 എക്സാമ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. 10 എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡാറ്റ സെറ്റ് എടുക്കുമ്പോൾ ആ ഡാറ്റ സെറ്റിൽ 10 റോസ് ഉണ്ടെന്ന് കാണിക്കുക. ഈച്ച് റോ ഈസ് കോൾഡ് ആസ് എൻ എക്സാമ്പിൾ. ഓക്കെ, ലെറ്റ് ഡി ബി എ ഡാറ്റ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് 10 റോസ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ആ 10 റോ ഉള്ള ഡാറ്റ സെറ്റിനെ നമ്മളൊരു ട്രെയിനിങ് സാമ്പിൾ എന്ന് പറയും. അതുകൂടാതെ ആൻഡ് എച്ച് എ ഹൈപ്പോത്തിസിസ് സ്പേസ് ഫോർ ദ പ്രോബ്ലം. ഹൈപ്പോത്തിസിസ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഗ്രൂപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കുറെ ഹൈപ്പോത്തിസിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ വേർഷൻ സ്പേസ് ഫോർ ദ പ്രോബ്ലം വിത്ത് റെസ്പെക്ട് ടു ദ സെറ്റ് ഡി ആൻഡ് ഹൈപ്പോത്തിസിസ് സ്പേസ് ഈസ് എ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ഫ്രം എച്ച് കൺസിസ്റ്റന്റ് വിത്ത് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹൈപ്പോത്തിസിസ് സ്പേസ്, ഫോർ എക്സാമ്പിൾ ഈ പെർട്ടിക്കുലർ ഡാറ്റ സെറ്റിന് അനുസരിച്ച് നമുക്കൊരു 100 ഹൈപ്പോത്തിസിസ് സ്പേസ് ഉള്ള ഒരു ഹൈപ്പോത്തിസിസ് സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു 10 ഹൈപ്പോത്തിസിസ് എടുക്കുകയാണെങ്കിൽ ഈ 10 ഹൈപ്പോത്തിസിസ് ഏതാണ്? ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ഡി. കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പെർട്ടിക്കുലർ ഡാറ്റ സെറ്റിലെ എല്ലാ വാല്യൂസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ നമ്മൾ ഹൈപ്പോത്തിസിസിൽ ഈ പെർട്ടിക്കുലർ ഡാറ്റ സെറ്റിലെ എക്സ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ അത് കിട്ടുന്ന റിസൾട്ടും ഈ ട്രെയിനിങ് ഡാറ്റ സെറ്റിൽ നമ്മൾ ഈ എക്സ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന റിസൾട്ടും സെയിം ആണെങ്കിൽ ദാറ്റ് വാല്യൂ ഇസ് സെയിം ഫോർ ഓൾ ദ എലിമെന്റ്സ് ഇൻ ദ ട്രെയിനിങ് സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹൈപ്പോത്തിസിസ് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ ഉദാഹരണം എടുക്കുക. നമ്മൾ 10 ഹൈപ്പോത്തിസിസ് കൺസിസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 100 ഹൈപ്പോത്തിസിസ് ഉള്ള ഹൈപ്പോത്തിസിസ് സ്പേസ് ആണെന്ന് വിചാരിക്കുക. ഇത് സാറ്റിസ്ഫൈ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പെർട്ടിക്കുലർ ട്രെയിനിങ് ഡാറ്റ സെറ്റിന് അനുവാദമായി അതിൽ 10 ഹൈപ്പോത്തിസിസ് എടുത്തു കഴിഞ്ഞാൽ ഈ 10 ഹൈപ്പോത്തിസിൽ ഓരോ ഹൈപ്പോത്തിസിസ് എടുക്കുക. ലെറ്റ് us assume that H1 എടുക്കുകയാണെന്ന് വരിക. H1 is the first hypothesis. ഈ ഹൈപ്പോത്തിസിസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഹൈപ്പോത്തിസിസിനകത്ത് ഈ ട്രെയിനിങ് ഡാറ്റയിലെ 10 എക്സാമ്പിൾസ്, ട്രെയിനിങ് എക്സാമ്പിൾസിലെ ഓരോ എക്സാമ്പിൾസ് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടാൽ ഹൈപ്പോത്തിസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂ ഇറ്റ് വിൽ ബി ഐദർ, ഇതൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് അത് ഐദർ ട്രൂ ഓർ ഫോൾസ്. ഹൈപ്പോത്തിസിസ് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂയും ഈ ട്രെയിനിങ് ഡേറ്റയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ സെയിം ആണെങ്കിൽ ആ പർട്ടിക്കുലർ ഹൈപ്പോത്തിസിസ് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാം. അങ്ങനെ 10 കൺസിസ്റ്റന്റ് ഹൈപ്പോത്തിസിസ് ഉണ്ടെങ്കിൽ ആ 10 കൺസിസ്റ്റന്റ് ഹൈപ്പോത്തിസിസ് അടങ്ങുന്ന ആ സബ് സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വി കോൾ ഇറ്റ് ആസ് വേർഷൻ സ്പേസ്. Let us explain it with another examples in the coming slides. Consider the hypothesis given below. If HM is equal to, if X is greater than or equal to M, then 1, else 0. അപ്പോൾ നമ്മൾ and the hypothesis space is defined below HM such that M is a real number. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എത്ര ഹൈപ്പോത്തിസിസ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? M ഒരു റിയൽ നമ്പർ ആണ്. റിയൽ നമ്പറിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ യു സേ ദാറ്റ് ഇപ്പൊ ഒരു 1നും 2നും ഇടയ്ക്ക് എത്ര റിയൽ നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഈ കേസിൽ HM ഇഫ് X is greater than or equal to M then 1 else 0 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വാട്ട് ഈസ് ദ ഹൈപ്പോത്തിസിസ് സ്പേസ്? ഇറ്റ് വിൽ ബി an infinite set of hypothesis. എന്തുകൊണ്ടാ? ബിക്കോസ് M റിയൽ നമ്പർ ആയതുകൊണ്ട് ഇതിന്റെ ഹൈപ്പോത്തിസിസ് സ്പേസ് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫിനിറ്റ് ഹൈപ്പോത്തിസിസ് സ്പേസിൽ നമ്മൾ
hm, where m raised between 0 to infinity. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ 0 to infinity വരുന്ന ഒരു ഇൻഫിനിറ്റ് ഹൈപ്പോത്തസിസ് സ്പേസ് ആണ് ഈ പെർട്ടിക്കുലർ പ്രോബ്ലത്തിലുള്ളത്. നമ്മൾ ഫുള്ളി മാത്തമാറ്റിക്കലി പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി ഇതിനകത്തുള്ള ട്രെയിനിങ് ഡാറ്റ സെറ്റ് താഴെ പറഞ്ഞിട്ടുണ്ട്. എക്സിന്റെ വാല്യൂസ് 27, 15, 23, 20, 25 അങ്ങനെ 10 എക്സ് വാല്യൂസും അതിന്റെ കറസ്പോണ്ടിങ് ക്ലാസ് ലേബൽ ഐദർ ട്രൂ ഓർ ഫോൾസ്. ഇതൊരു ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് അതിന്റെ ക്ലാസ് ലേബൽ വിൽ ബി ഐദർ ട്രൂ ഓർ ഫോൾസ്. ഇനി ഞാൻ നോക്കാം, വാട്ട് ഈസ് ദ വേർഷൻ സ്പേസ്. ലെറ്റ് us assume that ഈ പെർട്ടിക്കുലർ ഹൈപ്പോത്തസിസിനെ ഞാൻ ഇന്ന് സ്കാറ്റർ പ്ലോട്ട് ചെയ്യുക. സ്കാറ്റർ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ കിട്ടും. ഇതിനകത്ത് സോളിഡ് ആയിട്ടുള്ള സർക്കിൾസ് എന്താണ്? ബൈനറി ക്ലാസിഫിക്കേഷനിൽ 1 വന്ന കേസാണ് സോളിഡ് സർക്കിൾസ്. ആൻഡ് ഹോളോ സർക്കിൾസ് എന്താണ്? ബൈനറി ക്ലാസിഫിക്കേഷനിൽ 0 വന്ന കേസാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് ഒരു വേർഷൻ സ്പേസ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. ഇതിനകത്തുള്ള വേർഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ the version space is the set of all hypotheses from hypothesis space lying between 17 to 20 including 20. അപ്പോൾ എക്സ് വാല്യൂസ് എം വാല്യൂസ് 17നും 20നും ഇടയ്ക്ക് ഏതൊക്കെ ഹൈപ്പോത്തിസിസ് ഉണ്ടോ ആ ഹൈപ്പോത്തിസിസ് എല്ലാം, ഇതാണ് അതിന്റെ വെർഷൻ സ്പേസ് എന്ന് പറയണേ. അതിന്റെ അർത്ഥം എന്താണ്? ആ ഹൈപ്പോത്തിസിസിൽ ഈ ഇത്രയും സെറ്റ് ഓഫ് 17നും 20നും ഇടയ്ക്ക് എത്ര ഹൈപ്പോത്തിസിസ് ഉണ്ട്? ഇപ്പൊ എം ഇൻഫിനിറ്റ്, എം റിയൽ നമ്പർ ആയതുകൊണ്ട് ദർ വിൽ ബി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഹൈപ്പോത്തിസിസ്. ഈ ഹൈപ്പോത്തിസിസിൽ ഏത് ഹൈപ്പോത്തിസിസ് എടുത്ത് ഈ ട്രെയിനിങ് ഡാറ്റയെ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ കാൽക്കുലേറ്റ് h1 of x and again calculate the training data c of x and the h of x is equal to c of x for all value of x in d. അതാണോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ലെറ്റ് us take the case. ഞാൻ ആദ്യമേ H18 എടുത്തു. H18 എന്ന് പറഞ്ഞാൽ എന്താണ്? m lies between 17 to 20 എന്ന് പറഞ്ഞാൽ 18 is a value that is m real value lying between 17 and 20. അപ്പോൾ നമ്മൾ അപ്പൊ അതിന്റെ ഹൈപ്പോത്തിസിസ് എന്താണ്? if x is greater than 18 then 1 else 0. നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ എടുത്തോ, x greater than 18 വരുന്ന കേസ് 27 is greater than 18 1 ട്രൂ ആണ്. 15 is not greater than 18 0 ആണ്. 23 is greater than 18 1 ആണ്. 20 is greater than 18 1 ആണ്. 25 is greater than 18 1 ആണ്. 17 is less than 18 0 ആണ്. 12 is less than 18 0 ആണ്. 30 is greater than 18 1 ആണ്. 6 is less than 18 0 ആണ്. 10 is less than 18 0 ആണ്. So we can say that H18 is consistent with the training data set. Hence it is called as, അപ്പോൾ ഇതാണ്, it is consistent with the training sample. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ മതി. ഇതിനകത്ത് 17 എന്ന് പറഞ്ഞ ഡാറ്റ നമ്മൾ പ്രീവിയസ് സ്ലൈഡ് എടുത്ത് നോക്കുക. 17 is the largest value of x where the value of binary value is false. Okay, and 20 എന്ന് പറയുന്നത് എന്താണ്? ഈ പെർട്ടിക്കുലർ എക്സാമ്പിളിൽ 20 എടുത്തു കഴിഞ്ഞാൽ 20 is the minimum value of x where the condition the result of the binary data is true. അപ്പോൾ 17നും 20ലും ഇടയ്ക്കുള്ള എം വരുന്ന എല്ലാ ഹൈപ്പോത്തിസിസും എന്താണ്? കൺസിസ്റ്റന്റ് വിത്ത് ദി ട്രെയിനിങ് ഡാറ്റ സെറ്റ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ വേർഷൻ സ്പേസ് എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ലൈയിങ് ബിറ്റ്വീൻ 17 to 80 including 17 to 20 including 20. That is the hypothesis. ഈ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് എത്ര ഹൈപ്പോത്തിസിസ് കാണും? എം റിയൽ ആയതുകൊണ്ട് 17നും 20ക്കും ഇടയ്ക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് കാണും. നമ്മൾ മാത്തമാറ്റിക്സിൽ റിയൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. റിയൽ നമ്പേഴ്സിന്റെ ഏറ്റവും 0.001 മുതൽ അത്രയും ഫ്രാക്ഷൻസ് വെച്ച് നമ്മൾ ഓരോ റിയൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഹൈപ്പോത്തിസിസ് ഓർ ദ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ബിറ്റ്വീൻ the value of m between 17 to 20 including 20 comes under the set of hypothesis space നെയാണ് വേർഷൻ സ്പേസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് hypothesis space. So similarly you can find out H19 is also
a hypothesis which belongs to the version space. അപ്പോൾ നമ്മൾ ഇതിനെ എന്താ പറയുന്നത്? So vs of dh of d, h എന്ന് പറഞ്ഞാൽ എന്താണ്? Version space of a set of hypothesis, a subset of hypothesis from hypothesis space H consistent with the training data set D. ഇത് നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ ആണ് ട്രെയിനിങ് ഡാറ്റാ സെറ്റ്സ്. D is the set of hypothesis where m ranges between 17 to 20, that also includes 20 also. So that is called as the version space. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ്, consider the problem of assigning the label family car or not a family car. Given the following examples for the problem, the hypothesis space is defined by the following equation. ഇതാണ് hypothesis space. If price of the car lies between P1 and P2 and engine power of the car lies between E1 and E2, then 1 else 0. ഇതാണ് ഒരു hypothesis. Determine the version space of the problem with the following training examples and new examples. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാറിന്റെ കാർ ഫാമിലി കാർ ആണോ അല്ലയോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിന്റെ ഒരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു. അതിന്റെ ഹൈപ്പോത്തിസിസ് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഹൈപ്പോത്തിസിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സെറ്റ് ഓഫ് ട്രെയിനിങ് ഡേറ്റ തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ വേർഷൻ സ്പേസ് കണ്ടുപിടിക്കണം. ഇതാണ് അതിന്റെ ട്രെയിനിങ് ഡേറ്റ. ഇതിനകത്ത് പ്രൈസ് ഓഫ് ദ കാർ തന്നിട്ടുണ്ട്, എൻജിൻ പവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രൈസ് ഓഫ് ദ കാർ ഏതിനും ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് വരും എന്നുള്ള കാര്യം, 1 വരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ പവറിന്റെ വാല്യൂ ഏതിനും ഇടയ്ക്ക്, മിനിമം പവർ ആൻഡ് മാക്സിമം പവർ ഏതിനും ഇടയ്ക്ക് വന്നാൽ 1 വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനല്ലാത്ത കേസുകളെല്ലാം എന്താണ്, 0 വരുന്ന കേസുകളാണ്. അപ്പോൾ ഇതിന്റെ വേർഷൻ സ്പേസ് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഇതാണ് അതിന്റെ ഒരു പ്ലോട്ട്, സ്കാറ്റർ പ്ലോട്ട് ഇതാണ്. അത് കഴിഞ്ഞ് ഇതിനകത്ത് നമ്മൾ 2 ആക്സിസ് അലൈൻഡ് റെക്ടാങ്കിൾസ് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണെന്ന് ഈ ഡയഗ്രത്തിൽ പറയുന്നുണ്ട്. ഇതിനകത്ത് ആ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ദിസ്, ഐ വിൽ ജസ്റ്റ് മാർക്ക് ദിസ് ഹിയർ. ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ദിസ് പോർഷൻ ഇതിനകത്ത് 2 ആക്സിസ് ലേബിൾഡ് റെക്ടാങ്കിൾ ഉണ്ട്. ഇതിന്റെ ഷെയ്ഡഡ് പോർഷൻ ആണ് ഇനിയിൽ വരുന്ന ഹൈപ്പോത്തിസിസ് ആണ്. ദാറ്റ് കംസ് അണ്ടർ ദി സെറ്റ് ഓഫ് വേർഷൻ സ്പേസ് എന്ന് പറയുന്നത്. സോ that is the version space in this particular example. So the version space consists of all the hypotheses corresponding to the axis aligned rectangles contained in the shaded regions in the figure. The inner rectangle is defined as inner rectangle price range in the price value P1 and P2 is 34, lies between 34 and 47, and power value lies between 212 and 260, and hence the version space of the problem can be defined as the price, the area between 34 and 47, as well as the power ranges between 212 and 260. Okay, that is the version space is the set of such hypothesis belongs to the version space. അപ്പോൾ ഇതാണ് ഈ പെർട്ടിക്കുലർ എക്സാമ്പിളിൽ. അപ്പോൾ 2 എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. ഇനി നമ്മൾ ഒന്നും കൂടെ ഇതിനകത്ത് പറയാണ്. വേർഷൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ദി ഹൈപ്പോത്തിസിസ് സ്പേസ് ദാറ്റ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് ദി ട്രെയിനിങ് data set. That is called as version space. So this is all regarding the version space. And next we shall discuss about